ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തുവാനും നമ്മുടെ അവസ്ഥകളെ മാറ്റുവാനുമുള്ള കഴിവുണ്ട്. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റത്തിന് വിധേയമാകും. അടുത്ത ഒരു 20-25 മിനിറ്റ് സമയം നിങ്ങൾ കർത്താവിനെ കേൾക്കാൻ പോവുകയാണ്. ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. ആ വചനം നിങ്ങളുടെ ജീവിതങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ കാരണമായി തീരും. നമ്മളിന്ന് ധ്യാനിക്കുന്ന ഒരു തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ നിയമം വഴി ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല, നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നീതിമാൻ ആരാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവൻ. ദൈവം എൻ്റെ തെറ്റുകൾ എനിക്കെതിരെ കണക്കിട്ടിട്ട് പോലുമില്ല എന്ന സത്യം തിരിച്ചറിയുന്നവനാണ് പുതിയ നിയമത്തിലെ നീതിമാൻ. അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആർക്കും അവൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയുകയില്ല. നീ അങ്ങനെയുള്ളവനായിരുന്നില്ലേ, ഇങ്ങനെയുള്ളവളായിരുന്നില്ലേ, അങ്ങനെ ആർക്കും ആ വ്യക്തിയുടെ മേൽ കുറ്റം ആരോപിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം ആ വ്യക്തിയെ സൗജന്യമായി നീതീകരിച്ചു. അങ്ങനെയുള്ള ഒരു വ്യക്തി, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി, അവർ ജീവിക്കുന്നത് വിശ്വാസം വഴി അത്രേ. നീതിമാനായ ഒരു മനുഷ്യന് ജീവിക്കാൻ വിശ്വാസം മതി എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ അനേക ലക്ഷക്കണക്കിന് രൂപയുടെ, കോടികളുടെ കടബാധ്യതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നാളെ എന്ത് ചെയ്യും, നേരം വെളുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കടക്കാരോട് ഞാൻ എന്ത് മറുപടി പറയും, അങ്ങനെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു വേള ഒരാത്മഹത്യയല്ലാതെ വേറെ ഒരു സാധ്യതയും എൻ്റെ മുൻപിലില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദര, നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം ധാരാളം മതിയാകും നിന്റെ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് പുറത്ത് കടക്കുവാനായിട്ട്. നിന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിൽ നിന്നും, മാരകമായ രോഗമായിക്കൊള്ളട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കുവാൻ യേശു എനിക്ക് മതിയായവനാണ് എന്ന സത്യത്തെ നീ ഹൃദയത്തിൽ വിശ്വസിച്ച് ഒന്ന് ഏറ്റുപറയാൻ തയ്യാറാകുമോ? യേശു എനിക്ക് മതിയായവനാണ്. എൻ്റെ സകല പ്രശ്നങ്ങളിലും യേശു എനിക്ക് മതിയായവനാണ് എന്ന് സഹോദര, ഈ വചനം കേട്ട് നിങ്ങളൊന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസം ഒന്ന് ഏറ്റുപറയാനൊന്ന് തയ്യാറായിക്കേ. എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങളെ നടത്തിത്തരും. യേശു എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റിത്തരാൻ കഴിവുള്ള ദൈവമാണ്. അവൻ എൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തെ നിങ്ങളൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയണേ, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. വേദപുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ഒരു ശതാധിപനായ മനുഷ്യൻ, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഏക മകൻ മരിക്കാറായി കിടക്കെ, നീ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് അനുഗ്രഹിച്ചാൽ, ഒന്ന് തൊട്ടാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. യേശു അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് തയ്യാറായി. എന്നാൽ എതിരെ ഒരു വാർത്ത വന്നു. എതിരെ വന്ന വാർത്ത എന്തായിരുന്നു?
ആ വാർത്തയുമായി വന്ന മനുഷ്യൻ ആ ശതാധിപനോട് പറഞ്ഞു, നിന്റെ പൈതൽ മരിച്ചുപോയി. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇനി അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി വരാനില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം വന്നാൽ നമ്മൾ എത്ര പൈസ മുടക്കിയും ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചികിത്സിക്കും. മാരകമായ രോഗമാണെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടായാലും മറ്റു മനുഷ്യരോട് കടം വാങ്ങിച്ചിട്ടായാലും നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കാറുണ്ട്. അതിൻ്റെ മുമ്പിൽ മറ്റൊന്നും നമ്മൾ നോക്കാറില്ല. ഉള്ളതെല്ലാം നമ്മൾ വിറ്റ് പെറുക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം കേട്ട് തൻ്റെ പൈതൽ മരിച്ചുപോയി. അതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി ഇനി അവൻ്റെ ജീവിതത്തിൽ വരാനില്ല. സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു പ്രശ്നങ്ങളോ അതൊന്നുമല്ല ഇപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അവൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതാണ്. അത്ര വലിയ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട് യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് യേശു പറഞ്ഞത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് യേശു പറഞ്ഞു കൊടുത്ത സൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് യേശു പറഞ്ഞു കൊടുത്ത സൊല്യൂഷൻ? വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ത് വിശ്വസിക്കുക? എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ അവൻ എനിക്ക് മതിയായവനാണ്. നിങ്ങളതൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ഏത് പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തൊട്ട് സമീപത്ത് തന്നെ നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമുണ്ട്. നിങ്ങളതൊന്ന് വിശ്വസിച്ച്, ഈ വചനമായി എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ജീവനുള്ള ദൈവം അവൻ എൻ്റെ സമീപത്ത് തന്നെയുണ്ട്. അവൻ എന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ്. അവൻ എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ശക്തനാണ് എൻ്റെ ദൈവമെന്ന് സഹോദര നിങ്ങളൊന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നിശ്ചയമായിട്ടും ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി, ഞാൻ പറയും, നിങ്ങൾക്ക് ജീവിക്കാൻ വിശ്വാസം കൈമുതലായിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു എൻ്റെ സകല കാര്യങ്ങളിലും എനിക്ക് മതിയായവനാണ് എന്ന വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് മാത്രം മതി ഏത് പ്രതിസന്ധിയെയും മറികടന്ന് ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ. ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടായാൽ മാത്രം മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം വാസ്തവത്തിൽ വീട്ടിൽ അന്ന് ഭക്ഷണം കഴിക്കാൻ യാതൊന്നുമില്ല. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തന ഭാഗം എന്തായിരുന്നു? സങ്കീർത്തനം 23. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ ഈ സങ്കീർത്തന ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അകത്ത് നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അതേ വൈകിട്ടത്തേക്ക് 1 മണി അരി ഇവിടെയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ബേക്കറി സാധനമോ, എന്തെങ്കിലും അല്പം പാലോ, എന്തെങ്കിലും? എല്ലാം തീർന്നിരിക്കുക, യാതൊന്നുമില്ല. കാൻറ്റീൻ അടച്ചു പൂട്ടി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷ ഭാഗമേതാ, വചനഭാഗമേതാ? കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ എൻ്റെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല. ഞാൻ ഈ വചനഭാഗം തുറന്ന് തന്നെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു വലിയ പാക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. ആ പാക്കറ്റിനകത്ത് ഞങ്ങൾക്കൊരു 2 ദിവസത്തേക്ക് സുഭിക്ഷമായി കഴിക്കുവാനുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, അപ്പമുണ്ട്, ചോറുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്,
മീൻ വറുത്തതുണ്ട്, മറ്റു കറികളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാക്കറ്റിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം അവിടെ നിന്ന് അല്പം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടുമായിട്ട് പറഞ്ഞു, കർത്താവ് നമ്മുടെ ഇടയനാണ്, നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കെരീത്ത് നദിയുടെ തീരത്ത് ഏലിയാവിന് കാക്കകളുടെ കയ്യിൽ അപ്പവും ഇറച്ചിക്കറിയും കൊടുത്തുവിട്ട അതേ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, വാസ്തവമായിട്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളിരിക്കുന്ന ആ മുറിയിൽ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം പുകയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ വരെ പറഞ്ഞു, പപ്പ, ഇവിടെ ആരോ കുന്തിരിക്കം പുകയ്ക്കുന്നുണ്ടല്ലോ, ഇവിടെ മുഴുവൻ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മക്കളെ, ഏലിയാവിന് കാക്കകളുടെ കയ്യിൽ അപ്പം കൊടുത്തുവിട്ട് അതേ ദൈവം ഇന്ന് ഈ ഭവനത്തിൽ, ഈ മുറിയിൽ നമ്മുടെ കൂടെയുണ്ട്. അവനെ നമ്മളിവിടെ മുട്ടുകുത്തി നിന്ന് നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവം നിനക്ക് മതിയായവനാണ് എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു സംശയം വേണ്ട, നിന്റെ ഓരാവശ്യത്തിനും മുട്ടുവരാതെ ദൈവം നിന്റെ ആവശ്യങ്ങളെ സമൃദ്ധിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൽ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വിശ്വസിച്ച്, കണ്ണുമടച്ചതും കൊണ്ടൊന്ന് വിശ്വസിച്ച്, അതങ്ങനെ തന്നെ സംഭവിക്കും. അപ്പൊ ചിലർക്ക് തോന്നും, ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മതിയാകുമോ, ദൈവം എന്താ നൂലെ കിട്ടി ഇറക്കി തരുമോ എന്നൊക്കെ ചില അവിശ്വാസികൾ ചോദിക്കാറുണ്ട്. വെറുതെ ഇരിക്കണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. ജോലി ചെയ്യണം, നന്നായിട്ട് അധ്വാനിക്കണം. നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നവർ, അവർ പുതിയ പ്രസംഗങ്ങൾ അവർ പഠിക്കണം, ദീർഘമായി പ്രാർത്ഥിക്കണം, രാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, പുതിയ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ അവർ കഠിനാധ്വാനം ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിന്റെ ആവശ്യങ്ങളെ ഒന്നിനും കുറവില്ലാത്ത വിധത്തിൽ, ഞാൻ ഉറപ്പായിട്ടും പറയാം, നൂലെ കെട്ടി ഇറക്കി തരുമോയെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും, നിശ്ചയമായിട്ടും നൂലെ തന്നെ വേണ്ടി വന്നെ കെട്ടി ഇറക്കി തരും. ഞാനൊരു സംഭവം പറയാം. ഞാനൊരിക്കൽ കോട്ടയത്ത് ടൗണിൽ ഞാൻ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ബസ്സിലിറങ്ങി കുറച്ച് മുൻപോട്ട് നടന്നു പോകണം. കാറ്റടിച്ച് എൻ്റെ മുടിയെല്ലാം പാറിപ്പറന്ന് കിടക്കുക. എൻ്റെ കൈവശം ഒരു ചീപ്പില്ല. എനിക്കൊരു ചീപ്പ് വാങ്ങിച്ച് എൻ്റെ മുടി ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ വളരെ ബഹുമാന്യനായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പോകുന്ന സ്ഥലത്ത് എവിടെയും ഒരു സ്റ്റേഷനറി കടയോ മറ്റ് അങ്ങനെയുള്ള ഷോപ്പുകളൊന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ അങ്ങോട്ട് മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു, കർത്താവേ, എനിക്ക് ഒരു ചീപ്പ് വേണമായിരുന്നു. ഞാൻ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ ഒരു ചെറിയ പെട്ടിക്കട, ചായയും ഉഴുന്നുവടയും മാത്രം വിൽക്കുന്ന ഒരു ചെറിയ പെട്ടിക്കട. ആ കട അവിടെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കാരണം മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് സ്ഥിരമായിട്ട് അങ്ങനെയുള്ള പെട്ടിക്കടകൾ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല ആർക്കും. 1-2 ദിവസമൊക്കെ കച്ചവടം ചെയ്തിട്ട് അവരത് മാറ്റിക്കൊണ്ട് പോകേണ്ടി വരും. അങ്ങനെയുള്ള കടയിൽ ഞാൻ നോക്കിയപ്പോൾ നൂലിൽ കെട്ടി ഒരു ചീപ്പ് അവിടെ തൂക്കിയിട്ടിരിക്കുക. ഞാൻ ചെന്നു, ഞാൻ പറഞ്ഞു, ഈ ചീപ്പ് എനിക്ക് വേണം. അവരതിൻ്റെ വില പറഞ്ഞു. ഞാൻ ആ വില കൊടുത്തു, ആ ചീപ്പ് വാങ്ങിക്കൊണ്ട് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയാം, നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചെന്നാൽ നൂലെ കെട്ടി തന്നെ ഇറക്കി തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ഈ വചനത്തിൽ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്, അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേ. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടവക പള്ളിയിൽ ഇടവക ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ സ്വസ്ഥമായിട്ട് പോയി ധ്യാനം കുടിക്കോ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഞാൻ വൈകുന്നേരം വീട്ടിലിരുന്നോളാം. ഞാൻ മറ്റു സമയങ്ങളിൽ പുറത്ത് മറ്റു ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതായതുകൊണ്ട് ഇപ്പോൾ സ്വസ്ഥമായിട്ട് നീ പോയി ധ്യാനം കുടിക്കോ. അന്ന് വൈകുന്നേരം ഒരു 7:30 മണി സമയമായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളെ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം നമുക്ക്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു മടി. കാരണം എന്താണെന്നറിയാമോ? നല്ല കറികളൊന്നുമില്ല, ഇറച്ചിയില്ല, മീനില്ല.
അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഇത് ഹോളി വീക്കാണ്, ഇപ്പം നമുക്ക് ഇറച്ചി മീനോ ഒന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു 2 ദിവസമോടെ കഴിയട്ടെ, ഇന്ന് ബുധനാഴ്ചയല്ലേ, പെസഹ ബുധനാഴ്ചയല്ലേ, ഒരു 2 ദിവസമോടെ കഴിയട്ടെ, നമുക്ക് ഇറച്ചി മീനും ഒക്കെ മേടിച്ച് ഈസ്റ്ററിന് നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പിള്ളേരെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ കിടത്തി ഉറക്കി. ഞാൻ തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വായിക്കുന്ന സുവിശേഷ ഭാഗം ഇതായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ സറേഫാത്തിലെ വിധവയുടെ അടുക്കൽ നിന്ന് ഒരപ്പം വായ്പ വാങ്ങിയിട്ട് ആ അപ്പം ഭക്ഷിക്കുന്ന ഏലിയാവിൻ്റെ കഥ ഞാനത് വായിച്ചുകൊണ്ടിരിക്കുക. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈസ്റ്റർ ആകും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ച് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, കുറച്ച് ഇറച്ചി മീനൊക്കെ മേടിച്ച് എങ്ങനെയാണ് നല്ല ഭക്ഷണം വാങ്ങിച്ച് ഈസ്റ്റർ ആഘോഷിക്കുക? ഒരു സാധ്യതയും എൻ്റെ മുൻപിലില്ല. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഫോണിലെടുക്കുമ്പോൾ മലബാറിൽ നിന്ന് ഒരു വിധവയായ സ്ത്രീ എന്നെ ഫോണിൽ വിളിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? അവർ പറഞ്ഞു ബ്രദർ എഴുതിയ ഒരു പുസ്തകം, വെളിച്ചമുണ്ടാകട്ടെ എന്ന പുസ്തകം എനിക്ക് ലഭിക്കാനായിട്ടിടയായി. ആ പുസ്തകം വായിച്ചു, അതിലെ നമ്പർ വെച്ച് ഞാൻ വിളിക്കുക. അവരെന്നോട് പറയുകയാണ്, ബ്രദറെ, ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു ബ്രദറിൻ്റെ അഡ്രസ്സിൽ കുറച്ച് പണം അയക്കണം. ആ സ്ത്രീ എന്നോട് പറയുകയാണ്, ബ്രദറെ, കഴിഞ്ഞ 1 വർഷമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ, 1 വർഷമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ, ഞാനൊരു വിധവയാണ്, എനിക്കൊരു മകനുണ്ട്, പക്ഷെ അവൻ മരിച്ചതിന് തുല്യമാണ്. വീട്ടിൽ വരാറില്ല, മദ്യപിച്ച് വെറിക്കൂത്ത് കാണിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ മരിച്ചതിന് തുല്യമാണ്. ഇന്ന് രാവിലെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന പണം ഈ അഡ്രസ്സിൽ നീ അയച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി എന്നോട് പറയുകയാണ്, ബ്രദർ, ഞാൻ ഇന്ന് രാവിലെ തന്നെ പണം അയച്ചിട്ടുണ്ട്, ബ്രദറിന് അടുത്ത ദിവസം അത് ബ്രദറിൻ്റെ അഡ്രസ്സിൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം ഏലിയാവിന് സറേഫാത്തിലെ വിധവയിലൂടെ സംരക്ഷിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ വാസ്തവമായും അതുപോലെ തന്നെ ഒരു വിധവയായ സ്ത്രീയിലൂടെ ദൈവം എന്നെ പരിപാലിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം വിശ്വാസയോഗ്യമാണ്. നീ വിശ്വസിച്ചാൽ ഇതല്ല, ഇതിലപ്പുറവും സംഭവിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം, ദൈവത്തിൻ്റെ പരിപാലന കാണുവാൻ നമ്മൾ കാത്തിരിക്കാറില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് നമ്മൾ സ്വയം കാര്യങ്ങളെ നടത്തുവാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ഓടിപ്പോയി കടം മേടിക്കും, പലിശക്കാരുടെ അടുക്കൽ പോകും. ഇതെല്ലാം അവസാനം നമ്മളെ വലിയ പ്രയാസത്തിൽ കൊണ്ടുപോയി എത്തിക്കും. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്ന വിശ്വാസത്താൽ നിങ്ങളൊന്ന് അവസാന നിമിഷം വരെ ഒരുപക്ഷെ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാവാം. ആത്മഹത്യയ്ക്ക് വേണ്ടി ആലോചിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം. അല്പം കൂടെ എന്ന് വെയിറ്റ് ചെയ്യുവാൻ ഇല്ലെന്നേ നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും അതൊന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഈ ഉലകത്തെ ചമച്ച ദൈവം, അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന്, അവൻ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പലപ്പോഴും നമ്മൾ അവസാനം വരെ നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല. കുറച്ചൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊക്കെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ രീതിയിൽ, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ കാര്യങ്ങളെ നമ്മൾ നടത്തുവാനായിട്ട് തുടങ്ങും. അത് നമ്മുടെ പരാജയമായി തീരും. ഒരു വലിയ ദൈവശുശ്രൂഷകൻ, ജോൺ ഓസ്റ്റിൻ എന്ന പേരുള്ള ഒരു ദൈവശുശ്രൂഷകൻ, അദ്ദേഹം തൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. 2 കാളകളെ കൊന്ന് ബിരിയാണി ഉണ്ടാക്കി
എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് 2 കാളകളെ തരണം. കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്ന മനുഷ്യർക്ക് മുഴുവൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി കൊടുക്കണം. അദ്ദേഹം തലേ ദിവസം വരെയും കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അവസാനം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം പലരിൽ നിന്ന് പണം പിരിവെടുത്ത് കടം വാങ്ങിച്ച് 2 കാളകളെ വാങ്ങിക്കൊണ്ട് വന്ന് അദ്ദേഹം ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് അദ്ദേഹം വലിയ ഭാരത്തോടെ, എന്ന് പറഞ്ഞാൽ കുറെ കടബാധ്യത വന്നു, വലിയ ഭാരത്തോടെ ദൈവസന്നിധിയിലിരുന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് നീ എൻ്റെ ആവശ്യം നടത്തി തരാതിരുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു ദർശനത്തിൽ ഒരു കാഴ്ച കാണുകയാണ്. 2 വലിയ പാമ്പുകൾ, ആ പാമ്പുകളുടെ ഉദരം വീർത്തിരിക്കുക. അദ്ദേഹം ഇങ്ങനെ കാണുകയാണ്, ആ പാമ്പുകളുടെ ഉദരത്തിൽ 2 കാളകൾ കിടക്കുന്നു. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതാണ്, എന്നാൽ നിന്റെ അവിശ്വാസമാകുന്ന പാമ്പ് ഞാൻ അയച്ച നന്മയെ വിഴുങ്ങിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവിശ്വാസ നിമിത്തം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോവുകയാണ്. അതുകൊണ്ട് അവസാന നിമിഷം വരെ എന്ത് സംഭവിച്ചുകൊള്ളട്ടെ. ഈ അടുത്ത നാളുകളിലൊക്കെ ഒരുപാട് പേര് വലിയ സാമ്പത്തിക ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും സംഭവിക്കത്തില്ല. അവസാന നിമിഷം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഇടപെടും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എനിക്ക് മതിയായവനാണെന്നുള്ള ഒരു വിശ്വാസം നീ എൻ്റെ അകത്ത് നിറയ്ക്കണം. വിശ്വാസത്താൽ ജീവിക്കുവാൻ അവിടുന്ന് എന്നെ പഠിപ്പിക്കണം. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. കാഴ്ചയിൽ ഒന്നുമില്ലെങ്കിലും, നിന്റെ കാഴ്ചയിൽ ഒന്നും നിനക്ക് കാണാനില്ല, ബാങ്ക് ബാലൻസോ ഏക്കർ കണക്കിന് സ്ഥലമോ ഒന്നുമില്ലെങ്കിലും വിശ്വാസത്താൽ എല്ലാം ഉള്ളവരെ പോലെ നിന്നെ നടത്താൻ കഴിവുള്ള ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രതിസന്ധിയുടെ ഈ നാളുകളിൽ ഭാരിച്ച കടബാധ്യതകളുടെയും മാറാ രോഗങ്ങളുടെയും ഒക്കെ ഈ നടുവിൽ കർത്താവെ, നിന്നിൽ ആശ്രയിച്ച്, നിന്നിൽ വിശ്വസിച്ച്, നീ എനിക്ക് മതിയായവനാണ് എന്ന സത്യത്തെ അംഗീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം.